കണ്ണൂർ കോർപ്പറേഷനിലെ ലീഗ് വിമതർക്കെതിരെ നടപടി. 2 വിമത സ്ഥാനാർത്ഥികളടക്കം 4 പേരെ സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വാരം ആദ്യഘട്ടലായി ഡിവിഷനുകളിലാണ് ലീഗിന്റെ വിമതർ മത്സരരംഗത്തുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് ഭീഷണിയായി ലീഗിൽ നിന്ന് 2 വിമതരാണ് മത്സരരംഗത്തുള്ളത്. വാരം ഡിവിഷനിൽ റെയ്സ് അസ്ഹദിയും ആദികടലായിൽ വി മുഹമ്മദ് അലിയുമാണ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും പിന്മാറാതെ മത്സരരംഗത്ത് ഉറച്ചുനിൽക്കുന്നത്. വിമതർക്കെതിരെ സംഘടനാ തലത്തിലും ലീഗ് നടപടി ആരംഭിച്ചു. സ്ഥാനാർത്ഥികളായ റെയ്സ് അസ്ഹദി, വി മുഹമ്മദ് അലി എന്നിവർക്കൊപ്പം സഹായികളായ VK അബ്ദുൾ ജബ്ബാർ, ഷാജി കടലായി എന്നിവരെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന നേതൃത്വമാണ് നടപടി സ്വീകരിച്ചത്. വാരത്ത് KP താഹിറാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. പ്രാദേശിക വാദം ഉയർത്തിയാണ് വാരത്ത് റെയ്സ് അസ്ഹദി മത്സരിക്കുന്നത്. തക്കാളിപ്പീടിക ശാഖ ലീഗ് കമ്മിറ്റിയിലെ ഒരു വിഭാഗം റെയ്സിന് ഒപ്പമുണ്ട്. സ്ഥാനാർത്ഥിക്ക് ഒപ്പം നിൽക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും. ആദികടലായിൽ കോൺഗ്രസിലെ റിജിൽ മാക്കുറ്റിയാണ് UDF സ്ഥാനാർത്ഥി. ഈ ഡിവിഷൻ ലീഗ് ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസ് വിട്ടുകൊടുത്തിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് വി മുഹമ്മദ് അലി മത്സരിക്കുന്നത്. ഇവിടുത്തെ ചില പ്രാദേശിക ലീഗ് നേതൃത്വവും മുഹമ്മദ് അലിക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ ലീഗ് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.